രാജുവും ഞാനും പരസ്പരം മറക്കാൻ പറ്റാതെ ജീവിക്കുന്നു. അത് മാത്രാണോ ഒരു മാരേജ് ലൈഫ്? ചേട്ടാ, ഋതിക, വിശാഖ നക്ഷത്രം, പുഷ്പാഞ്ജലി. അമ്മേ ദേവി മഹാമായേ, എന്റെ ഋതിക മേഡത്തിനെ കാത്തോണേ. മേഡത്തിന്റെ അസുഖം എല്ലാം മാറ്റിക്കൊടുക്കണേ. ഋതിക മേഡത്തിന് എന്നോടുള്ള പിണക്കങ്ങളെല്ലാം മാറ്റിത്തരണേ. ദേവി. പുഷ്പാഞ്ജലി, ഋതിക, വിശാഖ നക്ഷത്രം. ഇത് മരുമോനുള്ളതല്ല, അമ്മായിയച്ഛൻ കഴിപ്പിച്ചതാ. രണ്ടാൾക്കുണ്ട്, രാജു, ഋതിക. ഇപ്പൊ കഴിപ്പിച്ചേരാ കേട്ടോ. ഞാൻ പുറത്തു വെയിറ്റ് ചെയ്യാം. നീ പ്രസാദം വാങ്ങിച്ചിട്ടോ. ശരി സാർ. ഇത് കാര്യം വെച്ചേക്ക്. ശരി സാർ. വരൂ. എന്താ സാർ? നമുക്ക് തന്നെ പലതും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴാ അത് ദൈവത്തിന്റെ തിരുമുമ്പിൽ സമർപ്പിക്കാൻ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ഇവിടെ സമർപ്പിച്ചു കഴിയുമ്പോ മനസ്സിന് നല്ല സമാധാനം കിട്ടും. ഞാൻ നിന്റെയും മോളുടെയും പേരില് പുഷ്പാഞ്ജലി കഴിപ്പിച്ചത്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എല്ലായ്പ്പോഴും ഒരു ഐക്യം വേണം. അതുകൊണ്ടാ. ദൈവമേ, ഞാനും മാഡവും തമ്മിലുള്ള പിണക്കം വർമ്മ സാറ് മനസ്സിലാക്കിയോ?